അമ്മേ അമ്മ റെഡി ആവണില്ലേ? അതൊക്കെ ഞാൻ ചെയ്തോളാം. 8:30 വണ്ടി വരൂലേ? എനിക്ക് സാരി കൊടുത്താൽ മതിയല്ല, വേറെന്താ വേറൊന്നുമില്ല. അമ്മ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും. അതായത് ലേറ്റ് ആവുമ്പോഴത്തേക്ക് അച്ഛൻ കിടന്ന് ബഹളം ഉണ്ടാക്കും. അമ്മ ചെല്ലമ്മ. ഓ ഞാൻ വിളിച്ചു. അതെ അച്ഛൻ എത്തിയല്ലോ. നിങ്ങൾ വിളിച്ചില്ലേ? അപ്പൊ എനിക്ക് കുളിക്കാൻ എത്ര നേരം വേണം? വണ്ടി ഇപ്പൊ വരും. പിന്നെ നിന്റെ അമ്മച്ചനെ വിളിച്ച് പറ, അങ്ങ് വരുമെന്ന് പറ. അവിടെ ചെന്ന് അവരെടുത്തോണ്ട് ഹരിപ്പാട് പോയി. ഹരിപ്പാട് ചെല്ലുക മണി 12 ആവും. അപ്പൊ പിന്നെ ഉച്ചയൂണ് അവിടെ നിന്നല്ലേ? ഉച്ചയ്ക്ക് ഊണ് അവിടെ നിന്ന് കഴിച്ചാൽ മതി എന്നാ സരസ്വതി പറഞ്ഞിരിക്കണേ. അവിടുന്ന് കൈ നനച്ചാ പിന്നെ കല്യാണം നടന്നിരിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇനി നമ്മൾ ആ ചായ കുടിക്കുന്ന സ്വാഭാവികം. കൈ നനച്ചാ ബന്ധം ഉറപ്പിച്ചിട്ടേ വരാവൂ. നമ്മൾ തെക്കോട്ടൊക്കെ എങ്ങനെയാണ്? അച്ഛാ അതൊക്കെ ഓക്കെ. പെണ്ണിന്റെ പേരെന്ത്? നീതു എന്നാണ് പേര്. വീട്ടിൽ വിളിക്കണ ചക്കി. ഇനി ഈ ചോരത്തിലെ കുടുംബക്കാരാണോ സരസ്വതി ചേച്ചി? നിങ്ങളെല്ലാം ബന്ധുക്കളല്ലേ? അപ്പൊ മുടിയനും പെണ്ണുമായിട്ട് ഏത് തരത്തിലുള്ള ബന്ധമായിരിക്കും? മുടിയനും പെണ്ണുമായിട്ട് ഉള്ള ബന്ധം ഏതെന്ന്? അതിന് സരസ്വതി മാത്രല്ല ചോനറത്തല്ല. ഞാൻ ചോദിച്ചതിന് അർത്ഥം മനസ്സിലായ? ഇല്ല. ബന്ധം വെച്ച് നോക്കാൻ വല്ല സൗകര്യമായിട്ട് വല്ല വരുമെന്നാണ് ചോദിച്ചത്. അങ്ങനെ. അതിന് സരസ്വതി മാത്രമല്ല നമ്മളെ കുടുംബം. പെണ്ണിന്റെ അച്ഛനില്ല സോമൻ ചേട്ടൻ. സോമൻ ചേട്ടനും ചോനറത്തല തന്നെയാണ്. സോമൻ ചേട്ടൻ ബന്ധം വെച്ച് നോക്കുമ്പോ എന്റെ സഹോദരനായിട്ട് വരും. അപ്പൊ സരസ്വതി എന്റെ നാത്തു വരും. അപ്പൊ പെണ്ണും മുറിച്ചെറുക്കനും. എന്തൊക്കെ നോക്കണം അല്ലേ അച്ഛാ? ഇപ്പൊ എന്തായാലും ഉച്ചക്ക് വിഭവസമൃദ്ധമായ ഫുഡായിരിക്കും. ഇവിടെ മൊറയും ബന്ധത്തൊക്കെ നോക്കുന്നത് അവന്റെ കണ്ണ് മൊത്തം ഫുഡിലാണ്. എന്തുവാടേ ഇത്? ഈ സരസ്വതി ഉണ്ടല്ലോ ഭയങ്കര പാചകമാണ്. എന്നാ ടേസ്റ്റാന്നറിയാമോ? ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ ശരി തന്നെ, കുടുംബക്കാരൊക്കെ ശരി തന്നെ. പക്ഷെ അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേ എല്ലാം കൂടെ കെട്ടിപ്പോഞ്ഞോണ്ട് വരരുത്. നമ്മൾ ചെല്ലുന്ന പെണ്ണാൻ വേണ്ടിയിട്ടാണ്. എന്ത് കെട്ടിപ്പോയിക്കൊണ്ട് വരാൻ? എല്ലാ ആഹാര സാധനങ്ങളും കണ്ടത് കടിയൊക്കെ നിന്റെ അമ്മയ്ക്കൊരു സ്വഭാവം ഉണ്ടല്ലോ. തേങ്ങ മാങ്ങ ചക്കയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിടൂല. എല്ലാം കൂടെ തലച്ചോടായിട്ട് കൊണ്ടു വന്നോളൂ. ഒന്ന് പോവാലോ. അതിനല്ലേ പെണ്ണ് കാണാൻ പോണത്? ഒരു ആവശ്യമില്ലാത്ത പറയാം. എന്ത് പറയാലും എൻ്റെ അമ്മയ്ക്കിട്ട് ഒരു താങ്ങുണ്ട് അവസാനം. അതിന് കുഴപ്പമില്ല. അവള് പോണ വഴിക്ക് ഏതായാലും ഒരു കൊച്ചുകുട്ടിനെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോയിക്കോളാം. മോള് വിഷമിക്കണ്ട കേട്ടാ. പെണ്ണെങ്ങനെ? സരസ്വതി പണ്ടിരുന്ന പോലെ തന്നെ ഉണ്ടാക്കും കൊച്ചി. നല്ല സുന്ദരിയാ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ സരസ്വതിയും കൊച്ചിനെയൊന്നും? സരസ്വതി കണ്ടിട്ടില്ല. ഞാൻ ആദ്യം ശ്രദ്ധിക്കാൻ പോകില്ല. നമുക്കെങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്താടി എന്തടി? ഓ എന്റെ മനസ്സിൽ നീയല്ലേ ഏറ്റവും വലിയ സുന്ദരി. അങ്ങനെയല്ലേ ഞാൻ നിന്റെ പുറകെ നടന്നത്. അത് അബദ്ധം പറ്റിപ്പോയി. എന്ത് ഇത്ര ചിരി? ഞാൻ അവൻ ചിരിച്ചാ സത്യം. നിങ്ങൾ പോയി റെഡിയാ നോക്ക്. താമസിച്ച പെണ്ണിനെ വേറെ അടിച്ചോളൂ. പെട്ടെന്ന് ഞാൻ ചേമ്മ പോയി റെഡിയാവും. ഞാൻ സാധനം കൊടുക്കട്ടെ. പോ. ചേട്ടാ ഇവരിതുവരെയായിട്ട് ഇറങ്ങിയല്ലേ? അമ്മേ അമ്മ പോണ്ട. കുറെ നേരം കേറിട്ട് ഇറങ്ങിക്കേ. അച്ഛാ എന്താ ചേച്ചി? ഇവരിറങ്ങണ്ട. അതിന്റെ അകത്ത് ഇരിക്കാണ്. അവർക്ക് പോകാൻ സമയമായില്ലേ? എവിടെയെങ്കിലും പോകുമ്പോ സമയത്ത് ഇറങ്ങൂല. സമയത്ത് ഇറങ്ങൂല. എന്നിട്ട് സമയത്ത് ഇറങ്ങാതെ ആകുമ്പോഴത്തേക്കും ചീത്ത മൊത്തം നമുക്കും. അച്ഛാ അച്ഛാ ഇറങ്ങിക്കേ. ഇതാരിത്? സുന്ദരനുണ്ടല്ലോ, കൊള്ളാലോ. പൊളിച്ച്. ഇനി സംസാരം കൊള്ളാതിരുന്നാ മതി. നീ അധികം സംസാരിക്കാതിരുന്നാ മതി. നീ ഇവിടെ കയറിയിരിക്കുന്ന ചേട്ടാ. എടാ മണി 8:30. വണ്ടി ഇപ്പം വരൂലേ? ചേട്ടാ എന്താ പറ്റിയേ? അല്ല ഇപ്പൊ എന്തായാലും തീരുമാനം എടുത്തില്ലേ? ഇനിയിപ്പോ പോയി കണ്ടിട്ട് വാ. അത് തന്നെ ബാലേ. എനിക്ക് വയ്യ. പയ്യന്റെ അമ്മ പൊളിച്ച്. ആരും സിനിമ ആടിയാ? കുറച്ച് കുറയ്ക്കായിരുന്നു കേട്ടാ. അതിന് ഞാൻ എന്ത് ചെയ്ത? ഞാൻ ഒരു സാരി മാത്രമല്ലേ എടുത്തുള്ളൂ. പറയുന്ന പൂവ് അല്ലെങ്കിലേ ഇതിന് കിടന്ന് കരയും പൂ കൊടുത്തില്ല എന്നും പറഞ്ഞ്. ഇരിപ്പുണ്ടോ? റെഡി ആവണല്ലേ? റെഡിയാണോ? എന്നാ പോയി റെഡി ആവാ പെട്ടെന്ന്. ഇന്നെങ്കിലും കുളിക്കാം. ചേട്ടനോടെ ചേട്ടോ നല്ല അടിപൊളിയായിട്ട് റെഡി ആവണം കേട്ടാ. സൂപ്പറായിട്ട് റെഡി ആവണം. ചേട്ടനെ കണ്ടിട്ട് പെണ്ണു വീട്ടുകാരും പെണ്ണും ഞെട്ടണം. എവനെ കണ്ട് ഞെട്ടി ബോധം കണ്ട് വിടായിരുന്നാ മതി. ഒന്നും മിണ്ടായിരുന്നു. ഇനി അതും പറഞ്ഞ് പോകുന്നതിന് മുമ്പ് വഴക്കൊന്നും വേണ്ട. ചേട്ടാ ചെന്ന് ഡ്രസ് ചെയ്. മക്കളെ ഒരു മുണ്ടൊക്കെ കൊടുത്തേക്ക് കൊള്ളായിരുന്നു. നീ നോക്കുന്നത് വേണ്ട. അച്ഛന് അതാണ് ഇഷ്ടം. അച്ഛന് അതാണ്. ആരും ഒരു കാര്യം ചെയ്ത് കായും പൂവും വള്ളിയും പടപ്പോടെ ഷർട്ട് ഇട്ടോ.
പക്ഷെ പാൻറ് ഇടണം, അത് മറക്കല്ലേ. മോനേടാ ചെല്ലടാ, നീ ഹാപ്പി അല്ലേ? ആമാ. എടാ മക്കളെ പെട്ടെന്ന് ഇറങ്ങടാ, അവിടെ പടലത്ത് അപ്പൂപ്പനും അമ്മയും കാത്തിരിക്കല്ലേ. ആ അത് തന്നെ, അച്ഛന് ദേഷ്യം നീ റെഡി ആയിട്ട് പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ. ആ ചേട്ടാ ചെല്ല. എന്താ എൻ്റെ മുഖത്തിന് തെളിച്ചില്ലാത്തത്? ഓ അങ്ങനെയൊന്നുമില്ല, അവൻ ഇന്നലെ സമ്മതിച്ചായിരുമല്ലേ. നീലുവേ അവിടെ ചെല്ലുന്നു, പെണ്ണ് കാണുന്നു, ഒത്താ പറഞ്ഞെല്ലാം ഉറപ്പിക്കുന്നു, കൈ നനയ്ക്കുന്നു. പിന്നെ നിന്റെ അമ്മയുടെ തറവാട്ടിൽ പോയി കുറച്ച് വിശ്രമിച്ച ശേഷം അവിടെ നേരെ ഇറങ്ങുന്നു. പിന്നെ കുളിച്ചോണ്ടാണ് ഇറങ്ങി, കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയിട്ട് നേരെ കൃഷ്ണസ്വാമി അമ്പലത്തിൽ പോയി തുടങ്ങണം. എന്നിട്ട് പടലത്ത് പോയിട്ട് അപ്പൂപ്പനെ അമ്മയും നിന്റെ അമ്മ അച്ഛനെ കൊണ്ടാക്കിയിട്ട് ഇനി വരണം. ഇതന്നെയല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞല്ല, അവിടെ ചിലപ്പോൾ നിന്റെ ബന്ധുക്കളാണ് കൂടുതലുള്ളത്. ഓരോ വീട്ടിൽ ചെന്ന് കിന്നാനം പറഞ്ഞുകൊണ്ടിരിക്കും, അതേ സമയം താമസിക്കും. എൻ്റെ സ്വഭാവം മറിച്ച് മറിച്ച് അടിച്ചു കയറി തരും. പിന്നെ ഇവിടുന്ന് വണ്ടിയും വിളിച്ചു കൊണ്ടത് അവിടെ പോയി കിന്നാരം പറയാനാണല്ലോ ബന്ധുക്കളടുത്ത്. എനിക്ക് വിഷയം രണ്ട് തോന്നിട്ട് ഇറങ്ങാം. ഓ ഈ സ്വാമിൻ്റെ വീട്ടിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ? പിന്നെ അവർക്ക് കാറൊക്കെ ഉള്ളതാ. ആനാമ്പരയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ചെല്ലുമ്പോൾ അറിയാം. ഓ ഇവിടെ ആനയും അമ്പാരിയും രഥവും കുതിരയൊക്കെ ഉള്ളതാണല്ലോ. നീലേ നല്ല കാര്യത്തിൽ പോകല്ലേ, വഴക്കൊന്നും ഉണ്ടാക്കാതെ വാ, നീ വിശക്കണം. ഇവിടെ മാന്തി തണ്ട് വഴക്കുണ്ടാക്കില്ലെന്ന് എന്താ ഒന്നുമില്ല.